ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിൽ അമേരിക്കയുടെ ഒരു മിലിറ്ററി സംഘം വണ്ടി കേടായത് കാരണം റോഡിൽ കുടുങ്ങി കിടക്കുന്നതാണ്. അത് റിപ്പയർ ചെയ്യാൻ വന്നതാണ് ഈ രണ്ടാമത്തെ സംഘം. ഏത് വിഡ്ഢിയാണ് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് ഈ രണ്ടാമത്തെ സംഘത്തിൽ വന്ന ഒരു സൈനികൻ ദേഷ്യപ്പെടുകയാണ്. ഇവനാണ് ഈ സിനിമയിലെ നായകൻ. ഇത് കേട്ട് മറ്റൊരു സൈനികൻ ആരാണ് തന്നെ വിഡ്ഢി എന്ന് വിളിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് തിരിച്ചടിക്കുന്നു. അവർ തമ്മിൽ തർക്കം തുടങ്ങുന്നുണ്ടെങ്കിലും അത് വെറും ഒരു തമാശയായിരുന്നു. ആ രണ്ട് സൈനികരും യഥാർത്ഥത്തിൽ സഹോദരങ്ങളായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും കയ്യിൽ ഒരേ ടാറ്റു അടിച്ചിട്ടുമുണ്ട്. ഇവരിൽ മൂത്ത സഹോദരൻ മിലിറ്ററിയിൽ ഒരു എഞ്ചിനീയർ ആണ്. അയാൾ വണ്ടി റിപ്പയർ ചെയ്യുന്നതിനിടയിൽ തന്റെ അനുജന് തെർമോഡൈനാമിക്സിലെ ഒന്നാം നിയമത്തെക്കുറിച്ച് വിശദീകരിച്ചു കൊടുക്കാൻ തുടങ്ങുന്നു. ഊർജ്ജം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല, അതിനാൽ അത് എവിടെയെങ്കിലും പോയേ തീരൂ. ഈ മണ്ടന്മാർ ട്രക്കുകളിൽ സ്റ്റോപ്പിലേക്ക് നിറയ്ക്കുമ്പോൾ അവ വെന്റുകൾ തടയുന്നു. അത് കാരണം ചൂടിന് പുറത്തു പോകാൻ കഴിയില്ല. അവസാനം പ്രഷർ കൂടിയാണ് റേഡിയേറ്റർ പൊട്ടിത്തെറിച്ചത്. ഇതിൽ അനിയനുണ്ടല്ലോ, അവന് റേഞ്ചർ ആകാനാണ് താല്പര്യം. റേഞ്ചർ എന്ന് വെച്ചാൽ അമേരിക്കൻ സൈന്യത്തിലെ മുൻനിര പോരാളികളാണ്. ഇതിനുള്ള പരിശീലനമാണ് റേഞ്ചർ അസസ്മെന്റ് സെലക്ഷൻ പ്രോഗ്രാം. അമേരിക്കൻ ആർമിയിലെ ഏറ്റവും കഠിനമായ ട്രെയിനിങ്ങും അതുപോലെ സെലക്ഷൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ളതുമായ ഒരു പ്രോഗ്രാമാണിത്. ജൂണിൽ ഇതിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തുടങ്ങും. നമുക്കതിന് ട്രൈ ചെയ്യാം എന്നാണ് അനിയൻ ഇപ്പോൾ മറ്റേ ആളോട് പറയുന്നത്. എന്നാൽ ഹീറോയ്ക്ക് അതിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. റേഞ്ചർ ആവുക എന്നത് വളരെ ബുദ്ധിമുട്ടാണെന്നും തന്റെ ഇപ്പോഴത്തെ പ്രായം വെച്ച് നോക്കുമ്പോൾ അതിന് സാധിക്കില്ലെന്നും പറഞ്ഞ് അയാൾ പതിയെ അതിൽ നിന്നും പിന്തിരിയാൻ ശ്രമിച്ചു. നിനക്ക് റേഞ്ചർ ആകണമെന്നുണ്ടെങ്കിൽ ആയിക്കോ എന്ന് അവൻ അനിയനോട് പറയുന്നു. എന്നാൽ പണ്ട് വാഗ്ദാനം ചെയ്തതുപോലെ ഇത് ഒരുമിച്ച് ചെയ്യണമെന്നാണ് അനിയന്റെ ആഗ്രഹം. അതിനെപ്പറ്റി ഒന്നുകൂടി ആലോചിക്കാൻ അവൻ ജ്യേഷ്ഠനോട് ആവശ്യപ്പെടുന്നു. ഒടുവിൽ ഹീറോ സമ്മതിക്കുകയും താനും കൂടെയുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. ആൾ ട്രക്കിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ തീർത്ത് പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി അവർ ആക്രമിക്കപ്പെടുന്നു. ആ ആക്രമണത്തിൽ മൂത്ത സഹോദരൻ ബോധം കെട്ടു വീഴുന്നു. അവന് ബോധം തിരിച്ചു കിട്ടുമ്പോൾ ചുറ്റുമുള്ള മിക്കവാറും എല്ലാ സൈനികരും കൊല്ലപ്പെട്ടിരുന്നു. അവൻ വേഗത്തിൽ തന്റെ അനുജന്റെ അടുത്തേക്ക് ഓടിയെത്തുന്നു. ഭാഗ്യത്തിന് അവന് അപ്പോഴും ശ്വാസം ഉണ്ടായിരുന്നു. ഈ സീൻ കട്ടായിട്ട് നായകൻ ഒരു ദുസ്വപ്നത്തിൽ നിന്നും ഉണരുന്നതാണ് കാണിക്കുന്നത്. ആ ആക്രമണം നടന്നിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. അവനിപ്പോൾ ഒരു ബസ്സിൽ ഇരിക്കുകയാണ്. റേഞ്ചർ അസസ്മെന്റ് സെലക്ഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവരാണ് ഈ ബസ്സിലുള്ളത്. പിന്നീട് അവർ ക്യാമ്പിലെത്തുന്നു. ഇവിടെ എത്തുന്ന ഓരോ സൈനികനും ഓരോ നമ്പർ നൽകപ്പെടും. ഇനി മുതൽ അവർ ഈ നമ്പറിലായിരിക്കും അറിയപ്പെടുന്നത്. ഹീറോ ഇതിനകം 4 തവണ ഇതിനായി അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പ്രായപരിധി കഴിയുന്നതിന് തൊട്ടു മുമ്പാണ് അവൻ ഈ അവസരം ലഭിച്ചത്. ഒരു സ്റ്റാഫ് സർജന്റ് എന്ന നിലയിൽ അവന് ടീം ലീഡറായി നിയമിക്കേണ്ടതായിരുന്നു. എന്നാൽ അയാൾ അത് നിരസിക്കുകയാണ് ചെയ്തത്. ഹീറോക്ക് ലഭിക്കുന്നത് 81 നമ്പറാണ്. നമ്പർ 7നെയാണ് ടീം ലീഡറായി നിയമിക്കുന്നത്. ഇതിനുശേഷം ഫസ്റ്റ് സർജന്റ് അപേക്ഷകരെ എല്ലാവരെയും അഭിസംബോധന ചെയ്യുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും കഠിനമായ 8 ആഴ്ചത്തെ സെലക്ഷൻ പ്രോഗ്രാമാണ് അവർ ആരംഭിക്കാൻ പോകുന്നതെന്ന് അദ്ദേഹം അവരോട് പറയുന്നു. അവരുടെ വൈകാരികവും ശാരീരികവും മാനസികവുമായ കരുത്ത് അതിന്റെ അങ്ങേയറ്റം വരെ പരീക്ഷിക്കപ്പെടും. ആരെങ്കിലും അവസാന ഘട്ടത്തിലെത്തിയാൽ അവർക്ക് ഡെത്ത് മാർച്ച് എന്നറിയപ്പെടുന്ന 24 മണിക്കൂർ നീളുന്ന ഒരു ടെസ്റ്റ് മിഷൻ നേരിടേണ്ടി വരും. ഫിനിഷിംഗ് ലൈൻ കടക്കുന്നതോടെ അത് പൂർത്തിയാകും. ആ ഘട്ടം പിന്നിടുന്നവർക്ക് US ആർമിയിലെ ഏറ്റവും പ്രശസ്തമായ റെജിമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ അർഹതയുണ്ടാകും. അടുത്ത കുറച്ച് ആഴ്ചകളിൽ ഓരോ സൈനികനും അതികഠിനമായ പരിശീലനത്തിലൂടെ കടന്നു പോകുന്നു. ഓരോ ആഴ്ചയും തിരഞ്ഞെടുക്കപ്പെടാത്ത ഒരു കൂട്ടം ആളുകളെ തിരികെ വീട്ടിലേക്ക് അയക്കുന്നു. എല്ലാവരെക്കാളും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് 81 നമ്പറുകാരനാണ്. എന്നാൽ അവൻ എപ്പോഴും ഒറ്റയ്ക്കാണ് ഭക്ഷണം കഴിക്കുന്നത്. ആരോടും സംസാരിക്കാറുമില്ല. കായികമായ പോരാട്ടങ്ങളിൽ അവൻ ഓരോ എതിരാളിയെയും തോൽപ്പിക്കുന്നു. ഒരു ദിവസം നിങ്ങളിൽ ആരെങ്കിലും യുദ്ധക്കളത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ടോ എന്നൊരു ഓഫീസർ ചോദിക്കുന്നു. 81 തന്റെ അനുഭവങ്ങളെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയതോടെ മറ്റുള്ളവരും അത് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. അവരും അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ച ആ ദുരന്തത്തെ പറ്റി അറിഞ്ഞിരുന്നു. പിന്നീട് 81ന്റെ സ്ക്വാഡിന് നേരെ താലിബാൻ നടത്തിയ പതിയിരുന്നുള്ള ആക്രമണത്തെക്കുറിച്ച് മറ്റു സൈനികർ സംസാരിച്ചു തുടങ്ങുന്നു. അവന് സിൽവർ സ്റ്റാർ എന്ന ധീരതയ്ക്കുള്ള ബഹുമതി ലഭിച്ചിട്ടുണ്ടെന്ന് അവർ കേട്ടിരുന്നു. അതേസമയം ടിവിയിൽ ഒരു വാർത്താ പ്രക്ഷേപണം നടക്കുന്നുണ്ടായിരുന്നു. സൗരയൂഥത്തിന് പുറത്തു നിന്നുള്ള ഒരു കൂറ്റൻ വസ്തു ഭൂമിക്ക് അരികിലൂടെ കടന്നു പോകാൻ സാധ്യതയുണ്ടെന്ന് നാസ കണ്ടെത്തിയിരിക്കുന്നു. സൈനികർ വീണ്ടും 81നെ കുറിച്ച് സംസാരിക്കുന്നു. അന്നത്തെ ആക്രമണത്തിന് ശേഷം അവൻ തന്റെ അനുജനെ 10 മൈൽ ദൂരം ചുമന്നുകൊണ്ട് ബേസിലേക്ക് എത്തിയിരുന്നു. ആ ആക്രമണത്തിന്റെ പാടുകൾ 81ന്റെ മുട്ടിൽ ഇപ്പോഴും ഉണ്ട്. അന്ന് രാത്രി 81 ഡിപ്രഷനുള്ള ഗുളികകൾ കഴിക്കുന്നത് 7 നമ്പറുകാരൻ കാണുന്നു. അടുത്ത ദിവസം 81ന്റെ ശരീരത്തിലുള്ള DFQ എന്ന ടാറ്റുവിന്റെ അർത്ഥം 7 നമ്പറുകാരൻ ഊഹിച്ചെടുക്കുന്നു. അത് ഡോണ്ട് എഫ് ക്വിറ്റ് എന്നായിരുന്നു. ഒരു കോമ്പാറ്റ് ട്രെയിനിങ്ങിനിടെ അഫ്ഗാനിസ്ഥാനിൽ നടന്ന ആ പഴയ ആക്രമണത്തിന്റെ ഓർമ്മകൾ 81ന്റെ മനസ്സിലേക്ക് മിന്നിമറിയുന്നു. ആ ദുരന്തം ഇപ്പോഴും അവന്റെ സ്വപ്നങ്ങളെ പോലും വേട്ടയാടുകയാണ്. അവന് നന്നായി ഒന്ന് ഉറങ്ങാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. എങ്കിലും അവസാന റൗണ്ടിലേക്ക് കടക്കാൻ അവന് കഴിഞ്ഞു. വെള്ളത്തിനടിയിലൂടെ ഭാരവും ചുമന്ന് നടക്കണം. കൂടെയുള്ളവരെല്ലാം ശ്വാസം കിട്ടാതെ വെള്ളത്തിന് മുകളിലേക്ക് പോയെങ്കിലും അയാൾ മുമ്പിലേക്ക് തന്നെ നീങ്ങുകയാണ്. അതിനിടയിൽ ആ പഴയ ഓർമ്മകൾ വീണ്ടും അവന്റെ മനസ്സിലേക്ക് എത്തുന്നു. തകർന്ന കാലുമായി തന്റെ അനുജനെ തോളിലെട്ടി നടക്കുന്നത് അവൻ സ്വപ്നത്തിൽ എന്ന പോലെ കാണുന്നു. അധിക നേരം പിടിച്ചു നിൽക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. വൈകാതെ ബോധം പോയ 81നെ എല്ലാവരെയും ചേർന്ന് പുറത്തെടുത്ത് ശ്വാസകോശത്തിലെ വെള്ളം കളഞ്ഞ് ബോധം തിരികെ കൊണ്ടുവരുന്നു. തുടർന്ന് സർജന്റ് മേജർ 81നെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. ഈ കോഴ്സിൽ നിന്ന് ഉടൻ വിരമിക്കാൻ അയാളോട് ആവശ്യപ്പെടുന്നു. ഇത് കേട്ട് 81 ഞെട്ടിപ്പോയി. താൻ ഒരു ഘട്ടത്തിലും പരാജയപ്പെട്ടിട്ടില്ലാത്ത സാഹചര്യത്തിൽ എന്തിനാണ് തന്നെ ഒഴിവാക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായില്ല. ഇത് ശാരീരിക ക്ഷമതയെ കുറിച്ചല്ല, മറിച്ച് അവന്റെ മാനസികാവസ്ഥയെ കുറിച്ചാണെന്നാണ് മേജർ പറയുന്നത്.
പറയുന്നത്. അവൻ ഉറങ്ങുന്നില്ല, സഹപ്രവർത്തകരുമായി അടുക്കുന്നില്ല, കൂടാതെ ടീം ലീഡർ ആകാനുള്ള എല്ലാ അവസരങ്ങളിൽ നിന്നും അവൻ ഒഴിഞ്ഞു മാറുന്നു. സർവീസിൽ നിന്ന് വിരമിച്ച അന്ന് രാവിലെ തന്നെ അവൻ റേഞ്ചർ പ്രോഗ്രാമിന് അപേക്ഷിച്ചതായും അന്നു മുതൽ നിർത്താതെ അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നതായും അവന്റെ റെക്കോർഡുകൾ വ്യക്തമാക്കുന്നുണ്ട്. തനിക്ക് ആ ഫിനിഷിംഗ് ലൈൻ കടന്നാൽ മാത്രം മതിയെന്ന് 81 മറുപടി നൽകുന്നു. താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കഴിവുള്ള സൈനികരിൽ ഒരാളാണ് 81 എന്ന് സർജന്റ് മേജർ സമ്മതിക്കുന്നുണ്ടെങ്കിലും അവൻ സ്വയം ഈ പരിശീലനത്തിൽ നിന്ന് പിന്മാറാനാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ 81 പിന്മാറാൻ തയ്യാറായില്ല. അവർ അവനെ പുറത്താക്കിയതുമില്ല. പിറ്റേന്ന് സെലക്ട് ചെയ്ത ആളുകളുടെ പേര് വായിക്കുമ്പോൾ അതിൽ 81 ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ ആ അവസാന പരീക്ഷയിലേക്ക് എത്തിച്ചേരുന്നു. ഇതിനുശേഷം ഫസ്റ്റ് സർജന്റ് അവസാന ടെസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരെയും വിളിച്ചുകൂട്ടി അവരുടെ മിഷൻ എന്താണെന്ന് വിശദീകരിച്ചു കൊടുക്കുന്നു. ഡെത്ത് മാർച്ച് എന്നാണ് ഈ ടെസ്റ്റിന്റെ പേര്. ശത്രുക്കളുടെ പ്രദേശത്ത് തകർന്നു വീണ ഒരു ഹെലികോപ്റ്റർ കണ്ടെത്തുക, അത് നശിപ്പിക്കുക, ശത്രുക്കളുടെ ഗ്രാമത്തിൽ തടവിലാക്കപ്പെട്ട പൈലറ്റിനെ കണ്ടെത്തി തിരികെ കൊണ്ടുവരിക എന്നിവയാണ് അവരുടെ ദൗത്യങ്ങൾ. അതുകൂടാതെ കേഡർ എന്ന വേറൊരു സൈനിക യൂണിറ്റ് ഇവരെ ഒളിച്ചിരുന്ന് ആക്രമിക്കും. അവരുടെ കയ്യിൽ പെടാതെ വേണം അവർക്ക് തിരിച്ച് ഫിനിഷിംഗ് ലൈനിൽ എത്താൻ. ഇതിനിടയിൽ കേഡർ യൂണിറ്റ് ഇവരെ കണ്ടുപിടിച്ചാൽ മിഷൻ പരാജയപ്പെടും. ആ ഫിനിഷിംഗ് ലൈനിനെ ക്രോസ് ചെയ്യുന്നവർക്ക് US ആർമിയുടെ റേഞ്ചർ റെജിമെന്റ് സ്ക്രോൾ ലഭിക്കും. അവരുടെ തോക്കുകളിൽ ബ്ലാങ്ക് ഫയറിംഗ് അഡാപ്റ്ററുകൾ ഘടിപ്പിച്ചിട്ടുള്ളതിനാൽ അവർക്ക് വെടിവെക്കാൻ കഴിയില്ല. ഇതുകൂടാതെ മിലിറ്ററി ബേസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർക്ക് റേഡിയോയും നൽകും. ഈ നിർണായക ദൗത്യത്തിൽ 7-ാം നമ്പറിന് പകരം 81-നെയാണ് ടീം ലീഡറായി നിയമിക്കുന്നത്. ഒരു റേഞ്ചർ ആകണമെങ്കിൽ നേതൃത്വം നൽകാൻ പഠിക്കണമെന്ന് ഓഫീസർമാർ അവനോട് കർശനമായി പറയുന്നു. ഇത് കേട്ട് കൂടെയുള്ള മറ്റുള്ളവർക്ക് അത്ര പിടിക്കുന്നില്ല. 81ന്റെ മുരടൻ സ്വഭാവം തന്നെ കാരണം. ഇതിനുശേഷം ഹെലികോപ്റ്ററുകളെല്ലാം സൈനികരെയും കൊണ്ട് പറക്കാൻ തുടങ്ങുന്നു. അതിനിടയിൽ അവർ ഒരു പാറമട കാണുന്നുണ്ട്. അപ്പോൾ പൈലറ്റ് പറയും, നിങ്ങളുടെ മിഷന് ഇടയിൽ ഈ പാറമട കണ്ടാൽ അതിനർത്ഥം നിങ്ങൾ വഴിതെറ്റിപ്പോയിരിക്കുന്നു എന്നാണ്. ഇതിനുശേഷം ഹെലികോപ്റ്റർ അവരെ കാടിനുള്ളിൽ കൊണ്ടുപോയി ഇറക്കുന്നു. അങ്ങനെ ഡെത്ത് മാർച്ച് ആരംഭിക്കുകയാണ്. തന്റെ ടീമിനോട് 81 ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, നമുക്ക് ഫിനിഷിംഗ് ലൈൻ കടക്കാൻ 23 മണിക്കൂറും 59 മിനിറ്റും സമയമുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഒരു മോട്ടിവേഷൻ സ്പീച്ച് പ്രതീക്ഷിച്ച സൈനികരെല്ലാം ഇത് കേട്ട് അന്തം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. ഒരുത്തൻ കളിയാക്കിക്കൊണ്ട് പറയും, അടിപൊളി സ്പീച്ച്, ഞങ്ങൾക്കെല്ലാം രോമാഞ്ചം വരുന്നുണ്ട് കേട്ടോ. ഇതോടെ 7-ാം നമ്പർ മുന്നോട്ട് വന്ന് നല്ലൊരു പ്രസംഗം അങ്ങ് നടത്തുന്നു. ഇതിനുശേഷം എല്ലാവരും മുമ്പോട്ട് പോകാൻ തുടങ്ങി. വളരെ ദുർഘടമായ മലഞ്ചരിവുകളെല്ലാം കടന്നു വേണം അവർക്ക് ലക്ഷ്യത്തിലെത്താൻ. രാത്രിയായപ്പോൾ എല്ലാവരും ഒരു 20 മിനിറ്റ് ബ്രേക്ക് എടുത്ത് വിശ്രമിക്കാൻ തുടങ്ങി. 81 ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കണ്ടപ്പോൾ 7 അയാളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ 81 ചോദിക്കും, മിഷനെ പറ്റിയാണോ ചോദിക്കാനുള്ളത്? അല്ല, ഒരു പേഴ്സണൽ കാര്യമാണ്. എന്നാൽ എനിക്കൊന്നും പറയാനില്ല. 7 ആണെങ്കിൽ പിന്നെ ഒന്നും മിണ്ടാനും പോയില്ല. പെട്ടെന്നാണ് എന്തോ മിസൈൽ പോലെ കുറെ വസ്തുക്കൾ അവർക്ക് മുകളിലൂടെ പാഞ്ഞു പോകുന്നത് കണ്ടത്. എല്ലാവരും ഞെട്ടി എഴുന്നേറ്റു. അവർ കരുതിയത് അത് മറ്റേ കേഡർ യൂണിറ്റ് അവരെ പേടിപ്പിക്കാൻ വേണ്ടി പീരങ്കികൾ കൊണ്ട് വെടിവെക്കുന്നതാണെന്നാണ്. അതോടെ അവർ റെസ്റ്റ് എടുക്കുന്നതൊക്കെ മതിയാക്കി വീണ്ടും മുമ്പോട്ട് പോകാൻ തുടങ്ങുന്നു. രാവിലെ ആയപ്പോഴേക്കും ഒരു നദിക്കരികിൽ തകർന്നു വീണ വിമാനം അവർ കണ്ടെത്തുന്നു. കേഡർ സംഘം നദിക്ക് മുകൾ ഭാഗത്തു നിന്നും തങ്ങളെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് 81 പറയുന്നു. തങ്ങൾക്ക് ലഭിച്ച കോർഡിനേറ്റ്സ് പ്രകാരം ലക്ഷ്യസ്ഥാനം 100ഓളം മീറ്റർ മാറിയാണെന്നാണ് 57-ാം നമ്പർ പറയുന്നത്. ഇതിനിടയിൽ റേഡിയോ ബന്ധം തകരാറിലാകുന്നു. ഏതോ വിചിത്രമായ തരംഗങ്ങൾ കാരണം അവർക്ക് സന്ദേശങ്ങളൊന്നും അയക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. സൈനികർ ആ വിമാനത്തിന് അടുത്തേക്ക് നീങ്ങാൻ തുടങ്ങി. എന്നാൽ അപ്പോഴാണ് ദൂരെ എന്തോ ഒന്ന് തിളങ്ങുന്നത് 81ന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് എന്താണെന്ന് പരിശോധിക്കാൻ അവൻ ഒറ്റയ്ക്ക് പോകുന്നു. അവൻ പോയ സമയത്ത് ബാക്കിയുള്ളവർ വിമാനത്തിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കുന്നു. എന്നാൽ അതേസമയം വെളിച്ചം പിന്തുടർന്ന് ചെല്ലുകയായിരുന്ന 81 അവിടെ കണ്ട കാഴ്ച അയാളെ ഞെട്ടിച്ചു കളഞ്ഞു. അവരുടെ മിഷനിൽ പറഞ്ഞിരുന്ന യഥാർത്ഥ ഹെലികോപ്റ്റർ ഇതാ മുമ്പിൽ കിടക്കുന്നു. അപ്പോൾ തങ്ങൾ നേരത്തെ കണ്ടത് വേറെന്തോ ആണ്. ഇതേസമയം വിമാനത്തിൽ സ്ഥാപിച്ച ബോംബുകൾ പൊട്ടിത്തെറിച്ചെങ്കിലും അതിന് യാതൊരു കേടുപാടും സംഭവിച്ചില്ല. പകരം ആ വസ്തു പെട്ടെന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. അത് ആ പ്രദേശം മുഴുവൻ സ്കാൻ ചെയ്യുകയും അവിടെയുള്ള ഓരോ സൈനികരെയും ലക്ഷ്യം വയ്ക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് അത് അവരെ ആക്രമിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അവിടെ എത്തിയ 81 ഒരു സൈനികനെ കൃത്യസമയത്ത് രക്ഷിക്കുന്നു. കയ്യിൽ ആയുധങ്ങളൊന്നും ഇല്ലാത്തതിനാൽ അവർ ജീവനും കൊണ്ട് തിരിഞ്ഞു ഓടാൻ തുടങ്ങി. അവർ ചെന്നെത്തുന്നത് വലിയൊരു മലയിടുക്കിലേക്കാണ്. ആ മെഷീനിൽ നിന്ന് വന്ന ഒരു ബോംബ് പൊട്ടിത്തെറിച്ച് അവരെല്ലാവരും ആ താഴ്ചയിലേക്ക് തെറിച്ചു പോകുന്നു. താഴെ വീണ സൈനികർക്കെല്ലാം മാരകമായി പരിക്കേൽക്കുന്നു. ചുറ്റുമുള്ള ആ ഭീകര കാഴ്ച കണ്ടപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ ആ പഴയ സംഭവങ്ങൾ 81ന്റെ മനസ്സിലേക്ക് ഇരച്ചു കയറുന്നു. പഴയ അതേ സാഹചര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. സൈനികർ വേദന കൊണ്ട് നിലവിളിക്കുന്നു. ഒരു സൈനികന്റെ ശരീരത്തിലൂടെ മരച്ചില തറച്ചു കയറിയിട്ടുണ്ട്. അയാൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. 7-ാം നമ്പറുകാരന്റെ കാലിന് ഗുരുതരമായി പരിക്കേൽക്കുന്നു. തങ്ങളെ ആക്രമിച്ചത് എന്താണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. ബേസ് ക്യാമ്പിലേക്ക് ഇക്കാര്യം വിളിച്ചു പറയണം. എന്നാൽ റേഡിയോ കൈവശമുള്ള സൈനികൻ ഇപ്പോഴും ആ കുന്നിന്റെ മുകളിൽ തന്നെ കുടുങ്ങി കിടക്കുകയാണ്. 81 ഒറ്റയ്ക്ക് റേഡിയോ വീണ്ടെടുക്കാൻ വേണ്ടി മുകളിലേക്ക് കയറാൻ തുടങ്ങി. അവിടെ എത്തിയ അയാൾ കാണുന്നത് എല്ലാവരും മരിച്ചു കിടക്കുന്നതാണ്. ആ ആക്രമണത്തിൽ റേഡിയോയും പൂർണ്ണമായും തകർന്നിരുന്നു. ആ സമയത്ത് ഒരു സൈനികൻ ജീവനോടെ ഉള്ളത് 81 കണ്ടുവെങ്കിലും അപ്പോഴേക്കും അവിടെ എത്തിയ ആ മെഷീൻ നിമിഷങ്ങൾക്കുള്ളിൽ അയാളെയും കൊന്നുകളയുന്നു. താഴെ മാരകമായി പരിക്കേറ്റ 57 മരണത്തിന് കീഴടങ്ങുന്നു. അവിടേക്ക് തിരിച്ചെത്തിയ 81 ബാക്കിയുള്ളവരോട് ഉടൻ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് പറയുന്നു. ആ മെഷീൻ അവരെ വേട്ടയാടുകയാണ്. അത് അവരുടെ പിന്നാലെ തന്നെ ഉള്ളതുകൊണ്ട് ആ മലയിടുക്കിൽ നിന്ന് എത്രയും വേഗം പുറത്തു കിടക്കേണ്ടതുണ്ട്. അവർ ഒരു മരത്തിൽ കയർ കെട്ടി താഴത്തേക്ക് എറിയുന്നു. അതിനുശേഷം ഓരോരുത്തരായി പതിയെ ഇറങ്ങാൻ തുടങ്ങുന്നു.
തുടങ്ങുന്നു. പരിക്കേറ്റ 7-ാം നമ്പറിനെ അവർ കയറിൽ കെട്ടിയാണ് താഴേക്ക് ഇറക്കുന്നത്. അവനെ പിടിക്കാൻ വേണ്ടി 81 താഴെ തയ്യാറായി നിൽക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് 81ന്റെ കയ്യിലുള്ള കോമ്പസ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. മെഷീൻ അടുത്തുണ്ടെന്ന് മനസ്സിലാക്കിയ 81 കാര്യങ്ങൾ വേഗത്തിലാക്കാൻ എല്ലാവരോടും ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും ആ മെഷീൻ അപ്പോഴേക്കും കുന്നിന്റെ മുകളിൽ എത്തുകയും കയർ പിടിച്ചിരുന്ന സൈനികനെ ആക്രമിക്കുകയും ചെയ്യുന്നു. അതോടെ പിടിവിട്ട് 7-ാം നമ്പർ താഴേക്ക് വീഴുന്നു. മലയിടുക്കിന്റെ അറ്റത്തെത്തിയ മെഷീൻ ആ പ്രദേശം വീണ്ടും സ്കാൻ ചെയ്യാൻ തുടങ്ങുന്നു. എല്ലാവരും പാറയോട് ചേർന്ന് ഒളിച്ചിരുന്നെങ്കിലും ഒരാളുടെ കാൽ അറിയാതെ സ്കാനിംഗ് പരിധിയിൽ പെട്ടുപോകുന്നു. അതോടെ അവർ അവിടുന്ന് എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. ആ മെഷീൻ അവരെ തുടരെ ആക്രമിക്കുകയാണ്. അതിൽ നിന്നെല്ലാം കഷ്ടിച്ച് രക്ഷപ്പെട്ട് അവർ ഓടുന്നു. അത് അവർക്ക് നേരെ ഹൈടെക് ബോംബുകളാണ് ഇപ്പോൾ വർഷിക്കുന്നത്. എങ്ങനെയൊക്കെയോ അവർ അതിൽ നിന്നും രക്ഷപ്പെട്ടു ഓടുന്നു. ശ്വാസം വിടാനായി അല്പനേരം നിന്ന അവർക്കിടയിൽ തർക്കം തുടങ്ങുന്നു. ഇത് റഷ്യയുടെയോ ചൈനയുടെയോ ആക്രമണമാകാം എന്നാണ് അവർ കരുതുന്നത്. ഈ ആക്രമണത്തിൽ 7ന് മാരകമായി പരിക്കേറ്റിരുന്നു. 81 മോർഫിൻ ചോദിക്കുന്നുണ്ടെങ്കിലും വീഴ്ചയിൽ അതിന്റെ കുപ്പികളെല്ലാം തകർന്നു പോയിരുന്നു. വേദന സഹിക്കുക വയ്യാതെ വേഗം ചെയ്യൂ എന്ന് 7 അവനോട് നിലവിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്. 81 അവന്റെ സ്ഥാനം തെറ്റിയ എല്ല് ബലമായി പഴയപടിയാക്കി മുറുക്കി കെട്ടുന്നു. ആ കഠിനമായ വേദനയിൽ 7 ബോധം കെട്ടുപോകുന്നു. മുമ്പ് 57 പറഞ്ഞത് ശരിയായിരുന്നുവെന്ന് 81 ബാക്കിയുള്ളവരോട് പറയുന്നു. അവരുടെ കോർഡിനേറ്റ്സ് തെറ്റായിരുന്നു. ആ മെഷീനിൽ നിന്നും പുറപ്പെടുന്ന ഏതോ കാന്തിക ശക്തി കാരണമാണ് കോമ്പസ് തെറ്റായി പ്രവർത്തിക്കുന്നത്. യഥാർത്ഥ ലക്ഷ്യസ്ഥാനമായ ഒരു പഴയ വിമാനം താൻ കണ്ടുവെന്ന് 81 എല്ലാവരോടും പറയുന്നു. തുടർന്ന് അവനൊരു തീരുമാനമെടുക്കുന്നു. പടിഞ്ഞാറ് ഭാഗത്ത് ഏകദേശം 8 കിലോമീറ്റർ അകലെ ഒരു ഗ്രാമമുണ്ട്. അവിടെയുള്ള കേഡർ സംഘമാണ് നമ്മുടെ ഏക പ്രതീക്ഷ. ഓരോരുത്തരായി മാറി മാറി 7-ാം നമ്പറിനെ ചുമന്നുകൊണ്ട് ആ ഗ്രാമത്തിലേക്ക് നീങ്ങാൻ അവർ തീരുമാനിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് അവർ അതിശക്തമായ ഒഴുക്കുള്ള ഒരു നദിക്കരികിൽ എത്തിച്ചേരുന്നു. അത് മുറിച്ചു കടക്കുക ഒട്ടും എളുപ്പമായിരുന്നില്ല. 81 അവരോട് കയർ എടുക്കാൻ ആവശ്യപ്പെടുന്നു. നദിക്ക് കുറുകെ ഒരു സിപ്പ് ലൈൻ ഉണ്ടാക്കണം. അങ്ങനെ എല്ലാവരെയും അക്കരെ എത്തിക്കാം. 81 തന്നെ നദി നീന്തി കിടന്ന് മറുഭാഗത്ത് കയർ കെട്ടാമെന്ന് സമ്മതിക്കുന്നു. അവൻ വേഗം തന്നെ നദിയിലേക്ക് എടുത്തു ചാടി. കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവൻ ഒഴുക്കിൽപ്പെട്ട് വെള്ളത്തിനടിയിൽ അപ്രത്യക്ഷമാകുന്നു. കൂടെയുള്ളവർ അയാൾ മരിച്ചുവെന്ന് കരുതിയെങ്കിലും അല്പസമയത്തിന് ശേഷം അവൻ അക്കരെ പ്രത്യക്ഷപ്പെടുന്നു. ശേഷം 81 വേഗം തന്നെ അവിടെയുള്ള ഒരു മരത്തിൽ കയർ ഉറപ്പിച്ച് കെട്ടാൻ തുടങ്ങി. ഇതേ സമയം 15-ാം നമ്പർ സൈനികൻ പരിക്കേറ്റ 7-ാം നമ്പറിനെ തന്റെ ശരീരത്തോട് ചേർത്ത് കെട്ടി നദി മുറിച്ചു കടക്കാൻ തുടങ്ങുന്നു. എന്നാൽ പാതി വഴിയിൽ വെച്ച് 7നെ കെട്ടിയിരുന്ന സ്ട്രാപ്പ് കയറിൽ കുടുങ്ങി പോകുന്നു. അവനെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ 7-ാം നമ്പറിന്റെ കയർ അയഞ്ഞു പോകുന്നു. 81 വേഗത്തിൽ അവരുടെ അടുത്തേക്ക് കുതിക്കുന്നു. ഇപ്പോൾ എല്ലാ സൈനികരും ചേർന്ന് 7-ാം നമ്പറിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും അവിടെ എത്തിയ മെഷീൻ അവർക്ക് നേരെ വെടിവെക്കാൻ തുടങ്ങുന്നു. അതിന്റെ ആഘാതത്തിൽ സിപ്പ് ലൈൻ പൊട്ടിപ്പോവുകയും എല്ലാവരും നദിയിലെ ഒഴുക്കിൽ പെടുകയും ചെയ്യുന്നു. 81ന്റെ കയ്യിലെ കയർ ഒരു പാറയിൽ കുടുങ്ങിയതോടെ അവൻ വെള്ളത്തിനിടയിൽ പെട്ടുപോകുന്നു. ഒടുവിൽ കയർ മുറിച്ചു മാറ്റി സ്വയം രക്ഷപ്പെടാൻ സാധിച്ചു. ആ മെഷീൻ അവനെ സ്കാൻ ചെയ്യുകയും വെടിവെക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ശക്തമായ ഒഴുക്ക് അവനെ ദൂരേക്ക് കൊണ്ടുപോകുന്നു. വെള്ളത്തിൽ ഒഴുകിപ്പോകുന്ന 7-ാം നമ്പറിനെ 81 മുറുകെ പിടിക്കുന്നു. എന്നാൽ മുന്നിൽ വലിയൊരു വെള്ളച്ചാട്ടമായിരുന്നു. എല്ലാ സൈനികരും ആ താഴ്ചയിലേക്ക് പതിക്കുന്നു. ആ വീഴ്ചയിലും 81 7-ാം നമ്പറിനെ കൈവിടുന്നില്ല. വീഴ്ചയുടെ ശക്തിയിൽ അവൻ ബോധം കെട്ടുപോകുന്നു. അപ്പോഴേക്കും അവിടെ എത്തിയ നമ്പർ 60 അവരെ രണ്ടുപേരെയും വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് കയറ്റുന്നു. അയാൾ മരിച്ചുപോയെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. നദിയിലെ ആദ്യത്തെ ആക്രമണത്തിനിടെ വെള്ളത്തിൽ വീണ 60-ാം നമ്പറുകാരൻ ഒഴുക്കിൽപ്പെട്ട് ഏറെ ദൂരം മുന്നിലെത്തിയിരുന്നു. അവന് ബോധം വന്നപ്പോഴേക്കും അവൻ ഒരുപാട് ദൂരം പിന്നിട്ടിരുന്നു. അവർക്ക് എത്തേണ്ട ഗ്രാമം ഇനിയും 6 കിലോമീറ്റർ അകലെയാണ്. ആ സമയത്ത് നേരത്തെയുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 23-ാം നമ്പർ സൈനികന്റെ ഹെൽമെറ്റ് നദിയിലൂടെ ഒഴുകി വരുന്നത് അവർ കാണുന്നു. അവർ ഗ്രാമം ലക്ഷ്യമാക്കി വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് മുന്നിൽ ഒരു ട്രിപ്പ് വയർ അവർ ശ്രദ്ധയിൽപ്പെടുന്നു. അത് കേഡർ സംഘത്തിന്റെ സുരക്ഷാ വലയത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ അവർ ആ ഗ്രാമത്തിലെത്തുമ്പോൾ കണ്ടത് ഭീകരമായ കാഴ്ചയായിരുന്നു. ആ മെഷീൻ അവിടെ മുഴുവൻ തകർത്ത് കളഞ്ഞിരിക്കുന്നു. റേഡിയോ റിലേ ടവർ തകർന്നു വീണ് കിടക്കുന്നു. അവിടെയുള്ള ഓരോ കേഡർ അംഗവും കൊല്ലപ്പെട്ടിരിക്കുന്നു. അവിടെയുണ്ടായ നാശനഷ്ടങ്ങൾ പരിശോധിച്ച 81 ആ മെഷീൻ മുകളിലുള്ള മലനിരകളിൽ നിന്നാണ് വന്നതെന്ന് മനസ്സിലാക്കുന്നു. ടിവിയിൽ ഒരു ഉൽക്കയെ കുറിച്ച് കണ്ട വാർത്ത അവർ ഓർക്കുന്നു. അതോടെ അവർക്കൊരു കാര്യം മനസ്സിലായി. ഈ മെഷീനുകളെല്ലാം മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് വന്നതാണ്. ആ സമയത്താണ് അവർ ആരുടെയോ ശബ്ദം കേൾക്കുന്നത്. ഒരു സർജന്റ് മാരകമായി പരിക്കേറ്റ് അവിടെ കിടക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ് അവരുടെ മുന്നിൽ വെച്ച് തന്നെ അയാൾ മരണപ്പെടുന്നു. ഇത് കണ്ടതോടെ മറ്റു സൈനികർ മാനസികമായി തകർന്നു പോകുന്നു. എന്നാൽ ഉടൻ തന്നെ അവിടെ നിന്നും മാറാൻ 81 അവരോട് ആവശ്യപ്പെടുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന 15-ാം നമ്പർ 81നോട് തട്ടിക്കേറുന്നു. കേഡർമാർ എല്ലാവരും മരിച്ചു. ഞങ്ങൾക്ക് അല്പ സമയം വേണം. നിങ്ങളെ പോലെയല്ല ഞങ്ങൾ വെറും മനുഷ്യരാണ്. നിങ്ങൾക്ക് ആരുടെയും സഹായമില്ലാതെ എത്ര വേണമെങ്കിലും മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ എല്ലാവരും സിൽവർ സ്റ്റാർ കിട്ടിയ യുദ്ധവീരന്മാരല്ല. ഇത് കേട്ടപ്പോൾ 81ന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. അന്ന് ഞാൻ ഒരിക്കലും ബേസിൽ തിരിച്ചെത്തിയിരുന്നില്ല. ലക്ഷ്യത്തിന് 100 അടി അകലെ വെച്ച് ഞാൻ തളർന്നു വീണു. എന്റെ അനിയനെ ഫിനിഷിംഗ് ലൈൻ കടത്താൻ എനിക്ക് കഴിയാത്തത് കൊണ്ടാണ് അവൻ മരിച്ചത്. എന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം ദിവസത്തിനാണ് അവർ എനിക്ക് ആ മെഡൽ തന്നത്. സ്വയം നിയന്ത്രിച്ചുകൊണ്ട് 81 അവരോട് പറയുന്നു. എല്ലാവർക്കും വേദനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഇത് ഇനി അവരെ കുറിച്ചല്ല. 7-ാം നമ്പറിനെ സുരക്ഷിതമായി ബേസിലെത്തിക്കാനും ആ മെഷീനുകൾ വരുന്നുണ്ടെന്ന് എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകാനുമുള്ള ദൗത്യമാണിത്. ശേഷം അവർ അവിടെ മണ്ണിൽ പൂണ്ടുപോയ ഒരു ടാങ്ക് കണ്ടെത്തുകയും അത് പുറത്തെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ആദ്യം സ്റ്റാർട്ടാകാതിരുന്ന
ടാങ്കിന്റെ എഞ്ചിൻ മുമ്പ് മെക്കാനിക് ആയിരുന്ന 15 നമ്പർ ശരിയാക്കുന്നു. ഒടുവിൽ ടാങ്ക് സ്റ്റാർട്ട് ആകുകയും അവർ അത് വലിച്ച് പുറത്തെടുക്കുകയും ചെയ്യുന്നു. 44 നമ്പർ ടാങ്കിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന കുറച്ച് ഭക്ഷണ സാധനങ്ങൾ കണ്ടെത്തുന്നു. അവർ 7 നമ്പറിനെ ടാങ്കിന്റെ പിൻഭാഗത്തേക്ക് കയറ്റാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ട്രിപ്പ് വയറിലെ ഫ്ലെയർ കത്തുന്നത്. ആ മെഷീൻ തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു. അവർക്ക് വേഗത്തിൽ മാറേണ്ടതുണ്ട്. പക്ഷെ ടാങ്കിൽ വെടിയുണ്ടകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഉണ്ടകൾ എടുക്കാൻ ഓടിച്ചെന്ന 15നെ ആ മെഷീൻ അവിടെ വെച്ച് തന്നെ കൊലപ്പെടുത്തുന്നു. ബാക്കിയുള്ളവർ ടാങ്കുമായി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. 15 കൊണ്ടുവന്ന വെടിയുണ്ടകൾ ഉപയോഗിച്ച് അവർ ആ യന്ത്രത്തിന് നേരെ വെടിവെക്കുന്നുണ്ടെങ്കിലും അതിന് യാതൊരു പോറലും ഏൽക്കുന്നുണ്ടായിരുന്നില്ല. അതേസമയം ആ മെഷീന്റെ ആക്രമണം ടാങ്കിനെ തകർക്കാൻ തുടങ്ങുന്നു. അതിന്റെ കവചത്തിന് ഇനിയൊന്നും താങ്ങാൻ കഴിയില്ല. ആ യന്ത്രം അല്പം മാറി നിന്ന് അവരുടെ മുന്നിലുള്ള റോഡിലേക്ക് ബോംബുകൾ എറിയുന്നു. അങ്ങനെ ആ വഴി മുഴുവൻ തകരുകയും നിയന്ത്രണം വിട്ട ടാങ്ക് റോഡിൽ നിന്ന് തെന്നി മലഞ്ചെരുവിലൂടെ താഴേക്ക് മറിയുകയും ചെയ്യുന്നു. ആ മെഷീനെ എവിടെയും കാണാനില്ലെങ്കിലും അത് ഒളിച്ചിരുന്ന് അവരെ നിരീക്ഷിക്കുകയായിരുന്നു. പെട്ടെന്ന് അത് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും വീണ്ടും ആക്രമണം തുടങ്ങുകയും ചെയ്യുന്നു. ടാങ്കിനുള്ളിൽ നിന്നും തോക്കുകൾ എടുത്ത് സൈനികർ തിരിച്ചടിക്കുന്നുണ്ടെങ്കിലും ഒന്നും ഫലിക്കുന്നില്ലായിരുന്നു. ആ ബഹളത്തിനിടയിൽ ഒരാളുടെ കൈ അറ്റുപോയി. ആ മെഷീൻ ടാങ്കിനെ ഓരോ ഭാഗമായി തകർക്കാൻ തുടങ്ങുന്നു. ഇതിനിടയിൽ 7 നമ്പർ ടാങ്കിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീഴുന്നു. 81 അവനെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു സ്ഫോടനത്തിൽ ആ പിടി വിട്ടുപോകുന്നു. 81 അടുത്തുള്ള ഒരു പാറക്കെട്ട് തകർക്കുകയും അങ്ങനെ ആ മെഷീനെ പാറക്കല്ലുകൾക്കിടയിൽ കൊടുക്കുകയും ചെയ്യുന്നു. ടാങ്ക് നിർത്താൻ അവൻ 44 വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിലും ഡ്രൈവിംഗ് സീറ്റിലിരുന്ന അവൾ ഇതിനോടകം മരിച്ചിരുന്നു. അവസാനം ടാങ്ക് ചെന്ന് ഇടിച്ചു തകരുന്നു. അഫ്ഗാനിസ്ഥാനിലെ ആ പഴയ ഓർമ്മകൾ വീണ്ടും 81ന്റെ മനസ്സിലേക്ക് വരുന്നു. ബേസിന് തൊട്ടടുത്ത് വെച്ച് താൻ തളർന്നു വീഴുന്നതും തന്റെ അനിയൻ മരിക്കുന്നതും അയാൾ കാണുന്നു. ഒരിക്കലും തളരരുത് എന്നാണ് അനിയൻ അവസാനമായി അയാളോട് പറഞ്ഞത്. ബോധം തിരികെ വന്ന 81 തകർന്ന ടാങ്കിനടുത്തേക്ക് ഇഴഞ്ഞു നീങ്ങുന്നു. മറ്റുള്ളവർ എല്ലാവരും അതിനകം മരിച്ചിരുന്നു. പാറക്കെട്ടുകൾക്കിടയിൽ 81 ആ മെഷീന് വേണ്ടി തിരയുന്നുണ്ടെങ്കിലും അതിന്റെ ഒരു ചെറിയ കഷ്ണം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ മെഷീൻ ഇതിനോടകം അവിടെ നിന്നും സ്വയം രക്ഷപ്പെട്ടിരുന്നു. അയാൾ നോക്കുമ്പോൾ അല്പം അകലെയായിട്ട് ആ മെഷീൻ നിൽപ്പുണ്ട്. അതിപ്പോ ആകാശത്തേക്ക് എന്തോ സിഗ്നലുകൾ അയക്കുകയും അതുപോലെ തന്നെ അത് സ്വീകരിക്കുകയും ചെയ്യുകയാണ്. അപ്പോഴാണ് 7 നമ്പർ അരികിൽ കിടക്കുന്നയാൾ കാണുന്നത്. പരിശോധിച്ചു നോക്കിയപ്പോൾ അയാൾ അപ്പോൾ ജീവനോടെ ഉണ്ടെന്ന് മനസ്സിലായി. ആ സമയം ടാങ്കിന് ചുറ്റും ചെറിയ സ്ഫോടനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. മെഷീൻ അത് തിരിച്ചറിയുകയും തകർന്ന അവശിഷ്ടങ്ങൾ സ്കാൻ ചെയ്ത് അവർക്ക് നേരെ നീങ്ങാൻ തുടങ്ങുകയും ചെയ്യുന്നു. 81 പെട്ടെന്ന് തന്നെ 7നെ അവിടെ നിന്ന് മാറ്റുന്നു. നിർത്താതെ പെയ്യുന്ന മഴയത്ത് അവൻ 7 നമ്പറുമായി അടുത്തുള്ള ഒരു കുന്നിന്റെ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നു. എന്നാൽ മഴ കാരണം പിടിവിട്ടു പോവുകയും 7 നമ്പർ താഴേക്ക് വീണു പോവുകയും ചെയ്യുന്നു. 81 വീണ്ടും താഴേക്ക് ചെന്ന് അവനെ വീണ്ടും വലിച്ച് മുകളിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നു. ഇത് പലതവണ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒടുവിൽ റേഞ്ചർ മിഷൻ പൂർത്തിയാക്കാനുള്ള സമയം അവസാനിക്കുമ്പോൾ 7 നമ്പറിനത് തളർന്നു വീണ 81 നിയന്ത്രണം വിട്ട് കരയുന്നു. ആ സമയത്ത് 7 നമ്പർ സംസാരിച്ചു തുടങ്ങുന്നു. ബസ്സിൽ വെച്ച് കണ്ട നിമിഷം തന്നെ താൻ 81നെ തിരിച്ചറിഞ്ഞിരുന്നുവെന്ന് അവൻ പറയുന്നു. 81ന്റെ അതേ ടാറ്റു ഉള്ള ഒരു സൈനികനോടൊപ്പം താൻ മുമ്പ് പരിശീലനം നടത്തിയിട്ടുണ്ട്. അത് 81ന്റെ അനിയനായിരുന്നു. ഈ കാര്യം ഇത്രയും നേരം നിന്നോട് പറയാൻ താൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് 7 നമ്പർ വെളിപ്പെടുത്തുന്നു. തന്റെ അനിയന് വേണ്ടി ആ ഫിനിഷിംഗ് ലൈൻ ഒരിക്കലെങ്കിലും കടക്കാൻ കഴിഞ്ഞാൽ തനിക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയുമെന്ന് 81 അതിന് മറുപടി നൽകുന്നു. എന്നാൽ നീ ഒരിക്കലും തോറ്റു കൊടുത്തിട്ടില്ലെന്നും ആ പോരാട്ടവീര്യമാണ് യഥാർത്ഥ റേഞ്ചർ എന്നും പറഞ്ഞ് 7 നമ്പർ അവനെ ആശ്വസിപ്പിക്കുന്നു. പെട്ടെന്നാണ് ആ മെഷീന്റെ സ്കാനർ അവരുടെ മേൽ പതിക്കുന്നത്. അത് അവരെ കണ്ടെത്തി കഴിഞ്ഞിരുന്നു. അപ്പോൾ 81 ഒരു തമാശ പോലെ പറയുന്നു, എന്റെ അനിയനായിരുന്നെങ്കിൽ ഇതിനുള്ളിൽ ഒരു സ്റ്റോപ്പ് ലീക്ക് നിറച്ച് ഇതിനെ പൂട്ടിച്ചേനെ. ഇത് പറഞ്ഞതും ആ മെഷീനിൽ നിന്നും ആവി പുറത്തേക്ക് വരുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അത് കണ്ടപ്പോഴാണ് ഒരു ബുദ്ധി അവന്റെ തലയിൽ തെളിയുന്നത്. അവൻ 7 നമ്പറിനെ അവിടെ സുരക്ഷിതമായി ഒളിപ്പിച്ച ശേഷം അടുത്തുള്ള ഒരു ക്വാറിയിലേക്ക് പോകുന്നു. അവിടെ അവൻ ഒരു ക്രെയിനും കുറച്ച് സ്ഫോടക വസ്തുക്കളും ഒരു ഫ്ലെയർ ഗണ്ണും ലഭിക്കുന്നു. ശേഷം ക്വാറിയിലെ എല്ലാ ലൈറ്റുകളും അവൻ തെളിയിക്കുന്നു. അവൻ അവിടുത്തെ കല്ല് പൊടിക്കുന്ന യന്ത്രത്തിന്റെ റിമോട്ട് കണ്ടെത്തുന്നു. 81ന്റെ കാൽപ്പാടുകൾ സ്കാൻ ചെയ്ത് ആ മെഷീൻ അവന്റെ പിന്നാലെ തന്നെയുണ്ട്. ഈ സമയം കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്ന 7 നമ്പറിൽ നിന്നും അതിന്റെ ശ്രദ്ധ മാറ്റാനായി 81 ആകാശത്തേക്ക് ഫ്ലെയർ ഗൺ ഉപയോഗിച്ച് വെടിവെക്കുന്നു. അത് കണ്ട ആ മെഷീൻ തിരച്ചിൽ ഉപേക്ഷിച്ച് നേരെ ക്വാറിയിലേക്ക് നടക്കാൻ തുടങ്ങുന്നു. മെഷീൻ ആ ക്വാറിയിൽ എത്തുകയും ആ പ്രദേശം മുഴുവൻ സ്കാൻ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ 81 ആ മെഷീൻ ഇപ്പോൾ നിൽക്കുന്നതിന് തൊട്ടു താഴെ സ്ഥാപിച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചതോടെ അത് വലിയൊരു കുഴിയിലേക്ക് വീഴുന്നു. അതിനുവേണ്ടി കാത്തിരുന്ന 81 ഒരു ക്രെയിനുമായി അവിടേക്ക് കുതിച്ചെത്തുന്നു. അവൻ ക്രെയിൻ ഉപയോഗിച്ച് ആ മെഷീനെ ശക്തമായി ഇടിച്ച് ക്വാറിയുടെ സൈഡിലേക്ക് ഇടിച്ചു നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനു മുകളിലായിട്ട് പാറക്കല്ലുകൾ പൊടിക്കുന്ന ഒരു യന്ത്രമുണ്ട്. അതിൽ നിന്ന് പൊടിഞ്ഞ പാറക്കഷ്ണങ്ങളെല്ലാം കൂടി ആ മെഷീന്റെ വെന്റുകൾക്കുള്ളിലേക്ക് കയറി തടസ്സം ഉണ്ടാക്കാൻ തുടങ്ങുന്നു. മെഷീൻ തിരിച്ചടിക്കുകയും ക്രെയിനെ തള്ളി മാറ്റി ആക്രമണം നടത്തുകയും ചെയ്യുന്നുണ്ടെങ്കിലും 81 വിട്ടുകൊടുക്കാതെ അതിനെ വീണ്ടും പിടിച്ച് അമർത്തുന്നു. കൂടുതൽ പാറക്കല്ലുകൾ ആ മെഷീന്റെ ഉള്ളിലേക്ക് വീഴുന്നതോടെ അവസാനം അതൊരു സ്റ്റോപ്പിലേക്കായി മാറുകയും വെന്റുകൾ പൂർണ്ണമായും അടച്ചു കളയുകയും ചെയ്യുന്നു. പുറത്തു പോകാൻ വഴിയില്ലാതെ ചൂട് മുഴുവൻ ഉള്ളിൽ തന്നെ കുടുങ്ങുന്നു. 81 വേഗത്തിൽ ക്രെയിനിൽ നിന്ന് പുറത്തേക്ക് ചാടിയതും തൊട്ടു പിന്നാലെ ആ മെഷീൻ പൊട്ടിത്തെറിക്കുന്നു. അവസാനമായി ഒരു വെടി കൂടി വെക്കാൻ അത് ശ്രമിക്കുന്നുണ്ടെങ്കിലും പരാജയം
പരാജയപ്പെടുന്നു. ആ മെഷീൻ ഇപ്പോൾ തകർന്നെങ്കിലും അതിനകത്തുള്ള ബോംബുകളെല്ലാം പുറത്തേക്ക് വീഴുകയാണ്. 81 അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴേക്കും വലിയൊരു സ്ഫോടനം ആ പ്രദേശം മുഴുവൻ പിടിച്ചു കുലുക്കുന്നു. അടുത്ത ദിവസം പ്രഭാതത്തിൽ 81 7-ാം നമ്പറിനെ തന്റെ തോളിലേറ്റി മുന്നോട്ട് നടക്കുകയാണ്. ഒടുവിൽ അവൻ ബേസിൽ തിരിച്ചെത്തുന്നു. 81 7-ാം നമ്പർ കൈകോർത്ത് ആ വിജയം ആഘോഷിക്കുന്നു. അവർ ലക്ഷ്യസ്ഥാനത്ത് എത്തിയെങ്കിലും മിലിറ്ററി ബേസിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്. ഈ ഒരു ബേസ് മാത്രം സംരക്ഷിക്കാൻ തങ്ങൾക്ക് പകുതിയോളം ബറ്റാലിയൻ നഷ്ടപ്പെട്ടുവെന്ന് സർജന്റ് മേജർ 81നോട് പറയുന്നു. പുറത്ത് ഇത്തരം എണ്ണമറ്റ മെഷീൻസ് ഉണ്ട്. അവർ ലോകത്തെ മുഴുവൻ കീഴടക്കാൻ തയ്യാറെടുക്കുകയാണ്. നാസ ഒരു ചിഹ്നഗ്രഹമെന്ന് കരുതിയ വസ്തു യഥാർത്ഥത്തിൽ ആയിരക്കണക്കിന് പോടുകളായി തിരിഞ്ഞ് ഭൂമിയിലുടനീളം പതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഈ പോരാട്ടത്തിനായി ഒന്നിക്കുന്നുണ്ട്. യാതൊരു ആയുധവും ഇല്ലാതെ എങ്ങനെയാണ് നീ ഒറ്റയ്ക്ക് ഒന്നിനെ തകർത്തതെന്ന് സർജന്റ് മേജർ 81നോട് ചോദിക്കുന്നു. 81 താൻ കണ്ടെത്തിയ കാര്യങ്ങൾ മേജറിന് വിവരിച്ചു കൊടുക്കുന്നു. ആ വിവരങ്ങൾ ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. അവിടെ വെച്ച് തന്നെ സർജന്റ് മേജർ 81ന്റെ യൂണിഫോമിൽ റേഞ്ചർ ടാബ് കുത്തുന്നു. മറ്റു റേഞ്ചർമാരോട് കുറച്ച് വാക്കുകൾ സംസാരിക്കാനുള്ള ആവശ്യപ്പെട്ടപ്പോൾ 81 അവിടെയുള്ള ഓരോ സൈനികനെയും ആവേശം കൊള്ളിക്കുന്ന ഒരു പ്രസംഗം അങ്ങ് നടത്തുന്നു. പിന്നീട് റെസ്റ്റ് എടുക്കാനൊന്നും നിൽക്കാതെ മെഷീനുകളെ നേരിടാൻ പോകുന്ന മറ്റു റേഞ്ചർമാർക്കൊപ്പം അവൻ പുറപ്പെടുന്നു. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്.